ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായി തന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആരാധനയുടെ മഹത്വം എന്താണെന്ന് ഹാലലിയ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഹാലലിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് പരിശുദ്ധാത്മാവ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. വളരെ ശ്രദ്ധയോടും ഏകാഗ്ര ഹൃദയത്തോടും ഹാലലിയ ദൈവസന്നിധിയിലായിരിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹാലലിയ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ആത്യന്തികമായ ഉദ്ദേശം തന്നെ ഹാലലിയ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഹാലലിയ എന്നാൽ ഹാലിലെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചിരുന്ന ആദമും ഹവ്വയും എന്ന ആദിമ മനുഷ്യര് പാപം ചെയ്തത് മുഖാന്തരം ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുകയും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ഇടയായി തീർന്നു. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യരെ അങ്ങനെ വിട്ടുകളയുവാൻ മനസ്സില്ലാത്ത നമ്മുടെ കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? ഹാലിലെ 2000 വർഷങ്ങൾക്ക് ഹാലിലെ മുമ്പ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും തന്റെ ക്രൂശ് മരണത്തിലൂടെ ഹാലിലിയ കാൽവരി ക്രൂശില് അവന്റെ ഹാലിലിയ രക്തത്താൽ അവിടെ ഒഴുക്കപ്പെട്ട ആ ശുദ്ധ രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് വീണ്ടും ഹാലിലെ അകന്നുപോയ മനുഷ്യരാശിയെ സകല മാനവരാശിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഹാലിലെ പദ്ധതി നിറവേറ്റുകയും ചെയ്തു. എന്നാൽ ഹാലേലുയ ഇന്നും പല മനുഷ്യരും ഹാലിലെ ഈ സത്യം തിരിച്ചറിയാതെ ഹാലേലുയ നമ്മളെ ഹാലിലെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാതെ എന്തിനെയൊക്കെയോ നമ്മളുടെ ഹാലിലെ ബുദ്ധിയിൽ തോന്നുന്ന രൂപത്തിലും ഭാവത്തിലും ഹാലിലെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് അതിനു മുമ്പ് ദൈവമെന്ന് ഹാലിലെ പറഞ്ഞ് ഹാലിലെ നമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാനൊരു വാക്ക് പറയട്ടെ. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെയാണോ നാം ആരാധിക്കേണ്ടത്? അത് നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെയാണോ ഹാലിലെ നാം ആരാധിക്കേണ്ടത്? മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കൊത്തവണ്ണം കല്ലിലും മണ്ണിലും രൂപങ്ങളെ കൊത്തിവെച്ച് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയിട്ട് ഹാലിലിയ അവയ്ക്ക് കണ്ണുണ്ടായിട്ടും അവ കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടായിട്ടും അത് കേൾക്കുന്നില്ല, അവ വായുണ്ടായാലും സംസാരിക്കാത്ത മൂഢ വിഗ്രഹങ്ങളുടെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ മനുഷ്യ നീ ഒന്ന് ഓർത്തുകൊള്ളുക, നിന്നെ സൃഷ്ടിച്ച ഹാലിലിയ കണ്ണുണ്ടായിട്ടും കാണുന്ന, ചെവി ഉണ്ടായിട്ട് കേൾക്കുന്ന, വായുണ്ടായിട്ട് നിന്നോട് സംസാരിക്കുന്ന ഹാലിലിയ ഒരു ഏക സത്യ ദൈവമുണ്ട് എന്നുള്ള കാര്യം മനുഷ്യ നീ മനസ്സിലാക്കുക. ഹാലേലൂയ മനുഷ്യന്റെ ഹാലേലിയ ബുദ്ധിക്കൊത്തവണ്ണം സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തെ അല്ല നാം ആരാധിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ച ഏക സത്യ ദൈവമായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ഹാലിലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഹാലിലെ തീർച്ചയായും ഈ വീഡിയോ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായി മാറട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ഹാലിലിയ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹാലിലിയ നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒന്നിനെയും നാം നമസ്കരിക്കരുത്. ഹാലേലുയ നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയാൽ അതിൻ്റെ കർത്താവ് നമ്മളാണ്. ഹാലേലിയ നമ്മളെ സൃഷ്ടിച്ചവനാണ് നമ്മളുടെ കർത്താവ്. ഹാലേലിയ ഹാലേലിയ കല്ലിലും മണ്ണിലും നാം ഉണ്ടാക്കി വെച്ചിട്ട് ജീവനില്ലാത്ത ഹാലിൽ ഒരു ഡെഡ് ബോഡിയോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ അതിനു മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹാലിലിയ മനുഷ്യൻ നീ ഒന്ന് ഓർത്തുകൊള്ളുക, അതിൻ്റെ ഉള്ളിൽ ജീവനില്ല. ഹാലേലുയ എന്നാൽ ജീവനും ഹാലേലിയ വഴിയും സത്യവുമായ ഒരു കർത്താവ് നമുക്കുണ്ട്. ഹാലേലുയ നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ഇനി ആ സത്യ ദൈവത്തെ അതിന്റെ രൂപം എന്താണ്, ഭാവം എന്താണ്? ഹാലേലുയ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ദൈവം ആത്മാവാകുന്നു എന്ന് വചനത്തിൽ വ്യക്തമായി എഴുതുമ്പോൾ അതിനൊരു രൂപമോ ഭാവമോ അല്ലെങ്കിൽ ഒരു ഷേപ്പോ ഒന്നും നമുക്ക് ഹാലില് സൃഷ്ടിച്ചുണ്ടാക്കുവാൻ പറ്റുകയില്ല. കാരണം അത് സകല ചരാചരങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആത്മാവാകുന്ന ദൈവമാണ്. ആത്മാവിന് ഒരു രൂപമോ ഭാവമോ ഇല്ല. ഹാലേലിയ ഈ ഇടയ്ക്ക് ഒരു മാന്യനായ വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി, ഹാലേലിയ മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ടോ എന്ന്. ഹാലിലിയ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എന്നോട് ചോദിപ്പാനിടയായി തീർന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ആത്മാവിന് ഒരു രൂപവും ഭാവവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു വിഗ്രഹങ്ങളെയും ഹാലേലിയ വാർത്തുണ്ടാക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ
എങ്കിൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ഒരു അനാട്ടമിയിലും നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. കാരണം അതിന് വ്യക്തമായ രൂപമോ ഭാവമോ ഇല്ല. ഹാലേലൂയ. ആ വ്യക്തിയോടുള്ള ഹാലേലൂയ ഒരു മറുപടിയാണിത്. ഹാലേലൂയ. അപ്പോൾ ദൈവത്തെ, സത്യദൈവത്തെ നമസ്കരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ദൈവത്തെ ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹാലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദർശിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഹാലേലൂയ. നന്നായി പാടാൻ അറിയാവുന്ന വർഷിപ്പ് ലീഡേഴ്സ് സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറയുമ്പോൾ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ആദരം തുറന്ന് ഹാലേലൂയ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തുള്ളവർക്ക് കൈ കൊടുത്താട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യാന്ത്രികമായിട്ട് ഒരു റോബോട്ടിനെ പോലെ മനുഷ്യർ ഹാലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതാണോ സത്യ ആരാധന? ഹാലേലൂയ. വർഷിപ്പ് ഹാലേലൂയ ചെയ്യുന്ന ഹാലേലൂയ കീബോർഡിന്റെ ഋതത്തിനനുസരിച്ച് കയ്യടിയുടെ താളം കൂടുകയും ഹാലേലൂയ രണ്ടാമത്തെ പാട്ടിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ് ഒന്നോടൊന്ന് ഏറ്റു പാടുമ്പോൾ കുറച്ചു നേരം അന്യഭാഷ പറയുകയും ഹാലേലൂയ കീബോർഡിന്റെ താളം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒക്ടോപാഡിന്റെ താളം അങ്ങോട്ട് നിന്ന് കഴിയുമ്പോൾ ആത്മാവും പോയി ആരാധനയും പോയി. ഹാലേലൂയ. ഇതാണോ യഥാർത്ഥത്തിൽ സത്യമായ ആത്മീക ആരാധന എന്ന് പറയുന്നത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഹൃദയമുള്ള അല്ലെങ്കിൽ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹാലേലൂയ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത് ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹാലേലൂയ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസാക്ഷിയോടെ, നിർവ്യാജ വിശ്വാസത്തോടു കൂടി ആരാധിക്കണമെന്ന്. എന്താണ് ശുദ്ധ ഹാലേലൂയ മനസ്സെന്ന് പറയുന്നത്? ശുദ്ധ ഹൃദയം. കാരണം വചനം പറയുന്നത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ നാം ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവത്തെ ആരാധിച്ചു പോകും. അതുപോലെ നല്ല മനസാക്ഷി, കുറ്റമറ്റ മനസാക്ഷി ആയിരിക്കണം നമ്മളുടേത്. അതുകൊണ്ടാണ് ഹാലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നേർച്ച കഴിക്കുവാൻ ചെല്ലുമ്പോൾ നമ്മളുടെ മനസാക്ഷി കുറ്റമറ്റതായിരിക്കണം. അതല്ല നമുക്ക് ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കുവാനുണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം വന്നിട്ടാണ് ദൈവത്തിനുള്ള വഴിപാട് നാം കഴിക്കേണ്ടത്. അപ്പോൾ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ നാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനും അതിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ ഹാലേലൂയ ആരാധിപ്പാനും കഴിയും. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. നിർവ്യാജമായ വിശ്വാസം, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നാം വിശ്വസിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടതുകൊണ്ടല്ല നാം വിശ്വസിക്കേണ്ടത് ദൈവത്തെ. നിർവ്യാജമായ, അതായത് അളവറ്റ വിശ്വാസം. നാം പറയത്തില്ലേ, കണ്ണുമടച്ച് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ്. കണ്ണുമടച്ച് നാം വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഏത് വിഷയത്തിനും ദൈവത്തിന്റെ സന്നിധിയിൽ ഹാലേലൂയ നമുക്ക് മറുപടിയുണ്ട്. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവർ ദൈവമുണ്ടെന്നും അവരെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്നും തിരിച്ചറിയണം. അപ്പോൾ അപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം വിശ്വാസത്തോടെ പ്രതിഫലം ഏറ്റുവാങ്ങുവാനുള്ള ഒരു മനസാക്ഷിയോടെ നാം ദൈവസന്നിധിയിൽ അടുത്തു വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നാം ആരാധിക്കുമ്പോൾ ഒരു വർഷിപ്പ് ലീഡ് ചെയ്യാനില്ലെങ്കിൽ, കീബോർഡോ മറ്റോ ഓർഗൻസോ ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് ആത്മാവിൽ ഹാലേലൂയ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയും. ഹാലേലൂയ. ഇനി പലരും ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പലവിധ ചിന്തകളാണ്. ഏകാഗ്രമായ ഹൃദയം ഇല്ലാത്തതും ദൈവസന്നിധിയിൽ ഹാലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പലരെയും ഹാലേലൂയ അപകടത്തിലാക്കാറുണ്ട്. ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണെങ്കിലും മനസ്സ് മറ്റ് പലയിടങ്ങളിലും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിപ്പാനോ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനോ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം സാത്താന്റെ തന്ത്രങ്ങളാണ് ഇതെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഹാലേലൂയ ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസാക്ഷിയോടെ, നിർവ്യാജ വിശ്വാസത്തോടെ നമ്മളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹാലേലൂയ. മൂന്നാമതായി നാം ചിന്തിക്കുന്നത്, ദൈവത്തെ നാം ഹാലേലൂയ ആരാധിക്കുമ്പോൾ ഹാലേലൂയ നമുക്ക് ഉണ്ടാകുന്ന ഹാലേലൂയ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നാം ചിന്തിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഹാലേലൂയ.
ഹാലലൂയ. ഈ വചനം ഇവിടെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചന കൂടി നിങ്ങളോട് ഞാൻ കൈമാറാം. ഇവിടെ പൗലോസും ശീലാസും സുവിശേഷം നിമിത്തം തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. അവര് അർദ്ധരാത്രിയുടെ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? പാടി സ്തുതിക്കുകയാണ്. ഹാലലൂയ. അപ്പോൾ ദൈവത്തെ നമുക്ക് ഏത് സമയത്തും പാടി ആരാധിക്കാം. നമ്മളുടെ ഏത് അവസ്ഥയിലും നമുക്ക് പാടി ആരാധിക്കാമെന്നുള്ളത് ഹാലലൂയ ഈ ഭാഗത്ത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഹാലലൂയ. ഇന്ന് പകൽക്കാലം ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. നാം ഹാലലൂയ ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുമ്പോൾ ഹാലലൂയ ചില അടിസ്ഥാനങ്ങൾ ഇളകും എന്നുള്ളത് നാം ആത്മാവിൽ തിരിച്ചറിയണം. നമ്മുടെ ദേശത്തെ ഭരിക്കുന്ന, നമ്മുടെ രാജ്യത്തിൽ വാഴുന്ന ചില അന്ധകാര ശക്തികളുടെ അടിസ്ഥാനങ്ങൾ ഇളകും എന്നുള്ള തിരിച്ചറിവോടെ വേണം നാം ആരാധിപ്പാൻ. വെറുതെ നാമം ഒരു ബോധവും ഇല്ലാതെ നാം ആരാധിച്ചുകൊണ്ടിരുന്നാൽ ഹാലലി ഇതൊന്നും സംഭവിക്കുകയില്ല. ഇന്ന് മുമ്പ് ഞാൻ പറഞ്ഞ ക്രമീകരണങ്ങളോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നാം ഹാലലിയ പാടി സ്തുതിക്കുമ്പോൾ, ആർത്തു ഘോഷിക്കുമ്പോൾ, ഹാലലിയ ഇസ്രായേൽ ജനം ആർത്തു ഘോഷിച്ചപ്പോൾ എരിഹോ അതിൽ ഇടിഞ്ഞു വീണത് എന്നതുപോലെ നാം നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ ആലയത്തിലായാലും നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും വിശ്വാസത്തോടെ ആർത്തു പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദേശത്തിന്റെ ഹാലലിയ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ ഇടയായിത്തീരും. ദേശം വാഴുന്ന ജനങ്ങളെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുടെ അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവ് ഇളക്കി മറിക്കും. ഹാലേലുയ. അത് നാം തിരിച്ചറിയണം. ഇവിടെ പൗലോസും ശീലാസും ഹാലിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പങ്ങള് ഹാലിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്നതാണ് ഭൂകമ്പം, അല്ലേ? വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു ഭൂചലനം ഉണ്ടാകുമ്പോഴേ നിലംപരിചാകുന്നത് നമുക്ക് കാണാം. അങ്ങനെയെങ്കിലും നാം ദൈവത്തെ ഹാലിൽ ആത്മശക്തിയോടെ പാടി ആരാധിക്കുമ്പോൾ ദേശത്ത് വാഴുന്ന അന്ധകാര ശക്തികളുടെ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ ഇടയായിത്തീരും. രണ്ടാമത് അവിടെ വായിക്കുന്നു, എന്താണ്? വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എൻ്റെ പ്രിയമുള്ളവരുടെ, നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും വാതിലുകൾ ഹാലിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ വണ്ണം അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ആത്മശക്തിയോടെ ദൈവത്തെ പാടി ആരാധിച്ചാൽ മതി. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തനിയെ തുറക്കുവാൻ ഇടയായിത്തീരും. ഇവിടം വരെ മതി, ഇതിന്റെ അപ്പുറത്തോട്ട് നീ പോകണ്ട എന്ന് പറഞ്ഞ് എവിടെങ്കിലും തടസ്സം ചെയ്യുന്ന മേഖലകൾ ഹാലിലെ എൻ്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ആത്മനിറവിൽ ദൈവത്തെ പാടി ആരാധിക്കുക. ഹാലലുയ. ദാവീദ് നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിച്ചത്. ഹാലലുയ. മിഥ്യാൻ തപ്പുകൊട്ടി ദൈവത്തെ ആരാധിച്ചത്. ഹാലില. അങ്ങനെയെങ്കിൽ നമ്മൾ കൈത്താളങ്ങളോട്, ഉച്ചഘോഷത്തോടെ, വാദ്യഘോഷങ്ങളോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ സ്വതവേ വാതിലുകൾ തുറന്നു വരും. ഹാലലുയ. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഹാലില പലരും ഇന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അടഞ്ഞു കിടക്കുകയാണ്. ഭാവി വഴികൾ അടഞ്ഞ് ഇരുളടഞ്ഞു കിടക്കുന്ന മേഖലകളെ കണ്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ ആത്മശക്തിയോടെ പാടി ആരാധിക്കുക. നിങ്ങളുടെ മുന്നിൽ വഴികൾ സ്വതവേ തുറന്നു വരുവാനിടയായിത്തീരും. മൂന്നാമതായിട്ട് നാം ഇവിടെ വായിക്കുന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണ് ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവരെ ചങ്ങലയെ ബന്ധിച്ചാണ് തടവറയിലാക്കിയിരിക്കുന്നത്. അവര് ഹാലലൂയ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൈകളുടെ മേലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനിടയായി തീർന്ന്. നിന്നെ എവിടെയാണോ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നത്, നിന്റെ ബന്ധന വഴിയാൻ നീ ഒരു പ്രവാചകന്റെ പിന്നാലെയും പോകണ്ട. ഒരു പാസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഹാലില് പ്രത്യേകമായിട്ട് ഹാലില് കടന്നു പോകണ്ട. സ്പെഷ്യൽ മീറ്റിങ്ങുകൾ എവിടൊക്കെയാണ് എന്നൊക്കെയാണ് നടക്കുന്നതെന്ന് തിരക്കി പോകണ്ട. ആത്മശക്തിയോടെ ദൈവ പൈതലേ, നീ ആത്മാവിൽ ആരാധിക്കുകയാണെങ്കിൽ നിന്റെ ബന്ധനങ്ങൾ സ്വതവേ അഴിഞ്ഞു പോകുക. ആത്മാവ് നിന്റെ ശരീരാത്മദേഹികളിൽ തീയായിട്ട് കത്തുമ്പോൾ നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ചണനൂലുപോലെ കത്തി എരിഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നാളുകളെ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, വിടുതൽ കാണുന്നില്ല. പക്ഷെ നീ വേണ്ടും വണ്ണം ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത് ഹാലേലൂയ ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസ്സാക്ഷിയോടെ, നിർവ്യാജ വിശ്വാസത്തോടെ, ആത്മശക്തിയോടെ, സത്യത്തിലും ആത്മാവിലും നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നിന്നെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയുകയില്ല. നിന്റെ മുന്നിൽ ഒരു വാതിലുകളും അടഞ്ഞു കിടക്കുകയില്ല. എവിടെയെങ്കിലും ശത്രു അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാല് നിന്റെ സ്തുതിയുടെ മേല് അതൊക്കെയും തുറന്നു വരുവാൻ ഇടയായിത്തീരും. ഹാലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ നാലാമതായിട്ട് നാം കാണുന്ന ഒരു കാര്യം കണ്ടോ, അതിന്റെ ഹാല
ഹാലേലൂയ 29 വാക്യം, അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെ ശിലാസിന്റെ മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഹാലേലൂയ. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ തനിയെ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ കാരാഗ്രഹ പ്രമാണി എന്താ വിചാരിച്ചേ? ഇതിനകത്ത് തടവുകാരായി കിടന്ന പൗലോസും ശിലാസും രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി അധികാരി അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലുമെന്നോ എന്ന് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഹാലേലൂയ ആ കാരാഗ്രഹ പ്രമാണി ഹാലേലൂയ വിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൗലോസും ശിലാസും പറയണം, നീ ഭയപ്പെടണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നപ്പോൾ അവന് മനസ്സിലായി, ഇത് മാനുഷികമായ കാര്യമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ എന്തോ അത്ഭുതം നടന്നു എന്ന് തിരിച്ചറിയാനിടയായി തീർന്ന് അവൻ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടുവെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ആത്മശക്തിയോടെ ആത്മനിറവില് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നമ്മളുടെ അടുക്കലേക്ക് ജനങ്ങൾ ഹാലില് പാപത്തില് അന്ധകാരത്തില് ഹാലില് ശാപത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും ഇവർക്കിടയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവർ നമ്മളോട് വന്ന് ചോദിക്കും, ഹാലേലൂയ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹാലേലൂയ. ദൈവം നമ്മളെ ഹാലേലൂയ ആക്കി വെച്ചിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവം നമുക്ക് തന്ന രക്ഷ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹാലേലൂയ. നാം ആത്മാവിലും സത്യത്തിലും ആത്മശക്തിയോടും പരിശുദ്ധാത്മാവിലും നിറഞ്ഞുകൊണ്ട് നാം ആരാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലൂടെ അനേകര് രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഹാലേലൂയ. അനേകരുടെ രക്ഷയ്ക്ക് കാരണമാക്കി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അനേകരെ ഒരുക്കും. അതിന് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ആത്മശക്തിയോടെ സത്യത്തിലും ആത്മാവിലും ഹാലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു ലജ്ജയും നമുക്കുണ്ടാകരുത്. ദാവീദിനെ പോലെ ദാവീദ് ആരാധിക്കുമ്പോഴും മീഖള് പറയുകയാണ്, ഒരു രാജാവായിട്ട് ഭ്രാന്തനെ പോലെ ഹാലേലൂയ ആരാധിക്കുന്നു എന്ന്. എന്നാൽ ഹാലേലൂയ ദാവീദിന് അതൊരു ലജ്ജയായിട്ട് തോന്നിയില്ല. ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ നാം നമ്മെ തന്നെ മറന്ന് ആരാധിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നമ്മളിലൂടെ അനേകര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. ഹാലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ നാം ആരാധിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം നമ്മളുടെ ബാഹ്യമായ കണ്ണുകളിലല്ല, നമ്മളുടെ ആത്മാവിന്റെ ദൃഷ്ടി തുറന്ന് നാം കാണുകയാണെങ്കിൽ ഒരിക്കലും ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഒരു ദൈവ പൈതലിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നാം ആരാധിക്കുമ്പോൾ അനേകമായ ഹാലേലൂയ കാര്യങ്ങൾ ആത്മമണ്ഡലത്തിൽ ചലിച്ചു തുടങ്ങുന്നത് നാം വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആത്മശക്തിയോടെ ആത്മനിറവോടെ ഈ ദിവസങ്ങളിൽ നാം ആരാധിപ്പാൻ തയ്യാറാവുകയാണെങ്കിൽ അനേകരുടെ രക്ഷയ്ക്ക് ദൈവം നമ്മളെ കാരണമാക്കി തീർക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹാലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹാലേലൂയ. ഇന്ന് അങ്ങ് നൽകി തന്ന ഈ സന്ദേശത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനേകരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവേ ഹാലേലൂയ നീ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് നിന്റെ ജനത്തെ തടസ്സം ചെയ്യുന്ന എല്ലാ മിശ്രീമ്യ പോരുകളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുക എന്നുള്ള ദൈവത്തിന്റെ വചനം ഹാലേലൂയ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെ കർത്താവ് ഏതൊക്കെയോ ബന്ധനങ്ങളിൽ ഹാലേലൂയ അവിശ്വാസത്താൽ ഹാലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോയ അനേകരെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം തൊടുന്നതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശുദ്ധ ഹൃദയത്തെ ദൈവം കൊടുക്കണമേ. നിർവ്യാജമായ വിശ്വാസം അനേകരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. നല്ല മനസ്സാക്ഷി ഉണ്ടാകട്ടെ കർത്താവേ. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവോ സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാന് അങ്ങയുടെ ജനത്തിന് ദൈവം കൃപ കൊടുക്കേണ്ടതിന് അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. അവർ വാഴുന്ന ദേശങ്ങളുടെ അന്ധകാര ശക്തികളുടെ അടിസ്ഥാനങ്ങൾ ഇളകട്ടെ കർത്താവേ. അവർക്ക് വേണ്ടി കർത്താവേ വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. അവരെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ ആരാധനയുടെ മധ്യേ അഴിഞ്ഞു വീഴട്ടെ കർത്താവേ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവേ. അവരുടെ കെട്ടുകൾ അഴിഞ്ഞവർ സ്വതന്ത്രമാകട്ടപ്പ യേശുവിന്റെ നാമത്തില് കർത്താവേ. അവരുടെ ആരാധനയിൽ ദേശം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് അനേകര് കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് വരുന്ന ആത്മീയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവേ നിന്റെ ജനത്തെ നീ നയിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും
പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും ശക്തമായും സംസാരിച്ചു കൊണ്ടിരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും അവിടുത്തെ കരം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടണം. ആരാധനയ്ക്കായി അവിടുന്ന് ശക്തീകരിക്കണം അപ്പ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എന്ന ഈ മഹാദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. വേഗത്തിൽ ഹല്ലേലൂയ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരും അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീണ്ടും കാണും വരെ സർവശക്തൻ തൻ ചിറകളിൽ നമ്മളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു.